2026 UPSC പ്രിലിംസിന് നിങ്ങൾ നിർബന്ധമായി നോക്കി പോകേണ്ട വേറൊരു പ്ലേസസ് ഓഫ് ന്യൂസ് ആണ് റെഡ് സീ റീജിയൻ എന്ന് പറയുന്നത്. ആദ്യം തന്നെ റെഡ് സീ റീജിയനിലുള്ള ബോർഡറിംഗ് കൺട്രീസ് ഒന്ന് നോക്കിക്കേ. ഒന്ന് യമൻ വരുന്നുണ്ട്, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഈജിപ്ത്, സുഡാൻ, എർട്രിയ, ജിബൌട്ടി. സോ ഇത്രയും കൺട്രികൾ നോക്കി വെക്കുക. അതേപോലെ തന്നെ അവിടെ വരുന്ന ഒരു സ്ട്രേറ്റ് പോയിന്റ് ആണ് ബേസിക്കലി ബാബൽ മന്ദബ് സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇതൊരു ചോക്ക് പോയിന്റ് ആണ്. സോ ഈ ചോക്ക് പോയിന്റ് കണക്ട് ചെയ്യുന്ന റെഡ് സീയും ഗൾഫ് ഓഫ് ഏഡനും തമ്മിലാണെന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ യമനിൽ നിന്ന് ഹൗദി കമ്മ്യൂണിറ്റി, ഹൗദി എന്ന് പറയുന്നത് പ്രോക്സീസ് ഓഫ് ഇറാൻ ആണ്. സോ ഷിയ കമ്മ്യൂണിറ്റി ആണ്. ഈ ഹൗദി കമ്മ്യൂണിറ്റി ആണ് ബേസിക്കലി യമനിൽ നിന്ന് റെഡ് സീയിലോട്ട് പോകുന്ന ഷിപ്പിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, അറ്റാക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്ലോബലി 15% ഓഫ് ദ ട്രേഡ് നടക്കുന്നത് റെഡ് സീയിലൂടെയാണെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ ബാബൽ മന്ദബിലുള്ള ഒരു ഐലൻഡിന്റെ പേരാണ് പെരിം ഐലൻഡ്. ഈ പെരിം ഐലൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റെഡ് സീയിലേക്ക് പോകുന്ന ഈ പാസേജിനെ രണ്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ വോൾക്കാനിക് ഐലൻഡ് ആണെന്നുള്ളതുകൂടി ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ യമനിലുള്ള മറ്റൊരു റീജിയൻ ആണ് ബേസിക്കലി ഹദ്രാമത്ത് റീജിയൻ എന്ന് പറയുന്നത്. വളരെ ഓയിൽ റിച്ച് ആയിട്ടുള്ള, റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള റീജിയൻ ആണ്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് ന്യൂസിലുണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ഗൾഫ് ഓഫ് ഏഡന്റെ സൈഡിലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയനിൽ വരുന്ന ഒരു ഐലൻഡ് ആണ് സൊക്കോട്ര ഐലൻഡ്. സൊക്കോട്ര ഐലൻഡ് യമന്റെ ടെറിട്ടറി ആണ്. ഇതിനറിയപ്പെടുന്ന ഗാലപ്പലാഗോ ഓഫ് ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് ബേസിക്കലി അറിയപ്പെടുന്നത്. ബിക്കോസ് ഓഫ് എക്സ്ട്രീം എൻഡമിസം സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗൾഫ് ഓഫ് അക്ബ റീജിയനിൽ നിങ്ങൾക്ക് കാണുന്ന അവിടെ ഒരു ഇസ്രായേലിന്റെ പോർട്ട് വരുന്നുണ്ട്. ഇലായത്ത് പോർട്ടാണ്. സോ ഇലായത്ത് പോർട്ട് നെഗേവ് ഡെസേർട്ട് ആണ് അതിന് അങ്ങോട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത്. ഇസ്രായേൽ റീജിയൻ തന്നെയാണ്. സോ ഇതും പ്ലേസസ് ഓഫ് ന്യൂസിലുള്ള ഏരിയാസ് ആണ്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായി നോക്കി വെക്കുക. താങ്ക്